സ്റ്റാർട്ടപ്പ് എന്താണെന്ന് പ്രാഥമികമായിട്ട് അറിവില്ലാത്ത ഒരാൾക്ക് ഇതിനെങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കും? സ്റ്റാർട്ടപ്പിൻ്റെ ഉൽപ്പന്നങ്ങൾ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തണം. ഒരു ആശയം എടുത്താൽ അതിനെ എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പാക്കി മാറ്റാൻ സാധ്യതയുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നിലവിൽ നമ്മുടെ മുന്നിൽ എന്തൊക്കെ ഓപ്ഷൻസാണ് ഫണ്ടിങ്ങിനായിട്ടുള്ളത്? എൻ്റെ അടുത്ത് 90 വയസ്സുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് ഐഡിയകളുമായി. ഈ ആക്രമണങ്ങളെ പറ്റി സാറ്റലൈറ്റ് വഴി പിക്ചേഴ്സ് എടുത്ത് കറക്റ്റായിട്ട് ന്യൂയോർക്ക് ടൈംസിനും മറ്റും കൊടുത്തത് ഈ കമ്പനിയാണ്. കാവ സ്പേസ് എന്ന് പറയുന്ന ക്രിസ് നായർ എന്ന് പറയുന്ന പയ്യനാണ് അന്ന് എന്നെ കാണാൻ വന്നത്. നോ ഐഡിയ ഈസ് എ ബാഡ് ഐഡിയ. ബാങ്കുകൾ കാശ് തരത്തില്ല, വലിയ ഇൻവെസ്റ്റേഴ്സ് കാശ് തരത്തില്ല. അവിടെയാണ് സർക്കാർ കടന്നു വരുന്നത്. ആവശ്യമില്ലാതെ 1% പോലും ഓഹരി നമ്മൾ പുറത്ത് കൊടുക്കരുത് എന്നുള്ളതാണ് എനിക്കിതിനകത്തൊരു അഡ്വൈസായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം മെലിഞ്ഞ ടീം ഉണ്ടാവാൻ പറ്റുന്നോ അത്രയും നല്ലത്. ചെറിയ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നീ പഠിക്കുന്ന അത്രയും കാര്യങ്ങൾ ഒരിക്കലും നീ ഒരു വലിയ കമ്പനിയിൽ നിന്ന് പഠിക്കില്ല. ജനറൽ ട്രെൻഡ്സ് വേറെ പണിയൊന്നുമില്ല. ഇനി കേരളത്തിൽ പോയി ഇങ്ങനത്തെ ഇതിന് പോയിട്ട് വേണം നീ ഇപ്പോൾ ഉള്ള നല്ല ജോലി കളഞ്ഞു വിളിക്കാൻ. അത് മാറും. That's a good takeaway from this interview. We will definitely look into it. വ്യവസായ സൗഹൃദ കേരളം എന്ന ആശയത്തെ ലോകത്തിനു മുന്നിൽ ഉയർത്തിപ്പിടിക്കുന്ന ടെക്നോ ബ്യൂറോക്രാറ്റ്. 2 കമ്പനികൾ വിജയകരമായി നടത്തിയുള്ള വർഷങ്ങൾ നീണ്ട പരിചയം, പിന്നീട് ആയിരക്കണക്കിന് മലയാളി യുവാക്കളുടെ സ്റ്റാർട്ടപ്പ് മോഹങ്ങൾക്കുള്ള വഴിവിളക്കായി മാറാൻ നിയോഗം. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ അമരക്കാരൻ അനൂപ് അംബിക. നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന് സ്റ്റാർട്ടപ്പ് മിഷൻ അല്ലെങ്കിൽ CEO എന്ന നിലയ്ക്ക് താങ്കൾ എങ്ങനെയാണ് മാറ്റിയെടുത്തത്? സ്റ്റാർട്ടപ്പ് മിഷൻ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതായത് ഒരു മുൻഗാമികളുടെയും പ്രവർത്തനങ്ങളെ പിന്നീട് വന്ന ആൾക്കാർ സ്കട്ടിൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിന് തുരങ്കം വെച്ചിട്ടില്ല എന്ന് ഞാൻ പറയും. പലപ്പോഴും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ സർക്കാരുകൾ മാറി വരുമ്പോഴോ ആൾക്കാർ മാറി വരുമ്പോഴോ നിലവിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സ്കീമുകൾ നിർത്തലാക്കുകയും പുതിയ സ്കീമുകൾ തുടങ്ങുകയും എൻ്റെ ഐഡിയാസ് കൂടുതലായി അത് കാണണം, എൻ്റെ സിഗ്നേച്ചർ വരണം എന്നൊക്കെ വാശി പിടിക്കുന്ന ഒരു പ്രവണത നമ്മൾ പൊതുവെ കേരള സമൂഹത്തിലല്ല ഇന്ത്യയിൽ തന്നെ കാണാറുണ്ട്. പക്ഷേ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഒരാൾ തുടങ്ങി വെച്ച കാര്യങ്ങൾ മറ്റേയാൾ ഏറ്റെടുക്കുകയും അതിൻ്റെ കൂടെ കൂടുതൽ പ്രോജക്റ്റുകൾ ആഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് സ്റ്റാർട്ടപ്പ് മിഷനെ കണ്ടത്. പിന്നെ ഞാൻ വേറൊരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രവർത്തനങ്ങളിൽ മാറി വന്ന സർക്കാരുകൾ ഒരിക്കലും ഒരു ഇടപെടൽ ഉണ്ടാക്കി അല്ലെങ്കിൽ അങ്ങനെ അന്യായമായ ഒരു ഇടപെടലിലേക്ക് നീങ്ങിയെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാ കാലത്തും സ്റ്റാർട്ടപ്പ് മിഷന് ഒരു പ്രവർത്തന സ്വാതന്ത്ര്യം സർക്കാരുകൾ അനുവദിച്ചു കൊടുത്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പുറത്തുനിന്നും ഇത് കണ്ടിട്ടുണ്ട്, അകത്തുനിന്നും കണ്ടിട്ടുണ്ട്. ഈ 2 തലങ്ങളിൽ നോക്കുമ്പോഴും ഈ പ്രവർത്തന സ്വാതന്ത്ര്യം സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ വന്നതിന് ശേഷം വന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് കുറച്ചുകൂടി എനിക്കൊന്ന് ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കാം കുറച്ചുകൂടി നമ്മളിതിനെ മാർക്കറ്റ് ചെയ്തു എന്ന് ഞാൻ പറയും. അതായത് കുറച്ചുകൂടി ആൾക്കാർ സ്റ്റാർട്ടപ്പ് എന്നുള്ള വാക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറഞ്ഞു തുടങ്ങി, അതിനെക്കുറിച്ച് കേട്ട് തുടങ്ങി. ഒരുപാട് ആൾക്കാർ അതിൽ എൻഗേജ് ചെയ്യാൻ തയ്യാറായി. കേരളത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയും പല സ്ഥലങ്ങളിൽ ഇതിനെപ്പറ്റി പ്രസംഗിക്കുകയും ഇതുപോലുള്ള ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ കണ്ട് ആൾക്കാർ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും അങ്ങനെ വരികയും ചെയ്തു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പൈപ്പ് ലൈൻ ബിൽഡിംഗ്, അതായത് എങ്ങനെ കൂടുതൽ കമ്പനികൾ കേരളത്തിലേക്ക് കടന്നു വരും അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു 6 സെക്ടേഴ്സായിട്ട് അതിനെ തിരിച്ചു. അത് എവിടെ നിന്നെല്ലാം കമ്പനികളുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിദ്യാർത്ഥികൾ, പ്രൊഫഷണലുകൾ, റിസർച്ച് ആൾക്കാർ, റൂറൽ ഓൺടർപ്രണേഴ്സ്, അതായത് നമ്മുടെ നാട്ടിൻപുറത്തുള്ള ചെറിയ കണ്ടുപിടുത്തങ്ങൾ, കമ്മ്യൂണിറ്റീസ്, ഇങ്ങനെയുള്ള ഗവൺമെൻറ്, ഇങ്ങനെയുള്ള 6 സെക്ടേഴ്സായിട്ട് നമ്മൾ ഈ കമ്പനികൾ ഉണ്ടാക്കാവുന്ന സ്ഥലങ്ങൾ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇങ്ങനെ ഓരോ അത്തരത്തിലുള്ള പൈപ്പ് ലൈൻ എലിമെൻസിലും നമ്മൾ ചെറിയ പ്രോജക്റ്റുകൾ ചെയ്തു തുടങ്ങി. അതായത് ഇന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇത്ര ആൾക്കാരെ കൊണ്ടുവരണം എന്നുള്ള രീതിയിലുള്ള പ്രോജക്റ്റുകൾ നമ്മൾ ഡിവൈസ് ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തു തുടങ്ങി. ഈ പോഡ്കാസ്റ്റ് നമ്മൾ കാണുന്നത് ഒരു സ്റ്റാർട്ടപ്പ് മാസ്റ്റർ ക്ലാസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ കൂടിയാണ്. അപ്പം സ്റ്റാർട്ടപ്പ് എന്താണെന്ന് പ്രാഥമികമായിട്ട് അറിവില്ലാത്ത ഒരാൾക്ക് ഇതിനെങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കും? എല്ലാ ഇൻ്റർവ്യൂകളിലും ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. അതായത് സ്റ്റാർട്ടപ്പുകളും MSMEകളും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ MSMEകളെന്ന് വിളിക്കുന്ന യൂണിറ്റുകളും സ്റ്റാർട്ടപ്പുകളും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. എൻ്റെ ഈ ഡെഫിനിഷനെ ഈ ഇടയ്ക്ക്
ഒരു സോഷ്യൽ മീഡിയ ഇതിലൊരു പോസ്റ്റിൽ ഞാൻ അങ്ങനെയാണോ എന്ന് ചോദ്യം ചെയ്ത് കണ്ടു ആക്ച്വലി. പക്ഷേ അപ്പോഴും ഞാൻ ആ ഡെഫിനേഷനിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഒന്ന്, ഇതിനകത്തൊരു എലിമെൻ്റ് ഓഫ് ഇന്നവേഷൻ ആൻഡ് ടെക്നോളജി ഉണ്ടാവണം. അതായത് പുതുമയാർന്ന ഒരു സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ ഒരു ബിസിനസ് മോഡൽ, എന്തെങ്കിലും ഒരു പുതുമ നമ്മൾ അതിൽ കൊണ്ടുവരണം. ഓൾറെഡി ഉള്ള ഒരു കാര്യം വീണ്ടും ചെയ്യുന്നതിനെ നമ്മൾ സാധാരണ സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കാറില്ല. രണ്ട്, ഇതുവഴി നമ്മൾ ഒന്നുകിൽ ഒരു ഉൽപ്പന്നം, അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് മോഡൽ, അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്ന പ്രോസസ്സ്, പുതിയ പ്രോസസ്സ് നമ്മൾ കണ്ടെത്തണം. മൂന്ന്, സ്റ്റാർട്ടപ്പിൻ്റെ ഉൽപ്പന്നങ്ങൾ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തണം. ഒരു ചെറിയ സെറ്റ് ഓഫ് ആൾക്കാർക്ക് മാത്രം ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാവരുത് ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കുന്നത്. കാരണം പ്രോഡക്റ്റ് സ്കെയിലബിൾ ആയിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരുപാട് ആൾക്കാർക്ക് ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഉപയോഗിക്കാൻ പറ്റണം. അതിൽ നിന്ന് വലിയ അളവിലുള്ള വെൽത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം. ഇങ്ങനെയുള്ള 3-4 കാര്യങ്ങളാണ് നമുക്ക് ഒരു 20% ഇയർ ഓവർ ഇയർ ഗ്രോ ചെയ്യുന്ന ഒരു സംരംഭത്തിനെ അല്ല നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കുന്നത്. സാധാരണ സ്റ്റാർട്ടപ്പിൻ്റെ ഗ്രോത്തിനെ നമ്മൾ പറയുന്നത് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് എന്നാണ്. അതായത് ആദ്യകാലങ്ങളിൽ വളരെ ചെറിയ റവന്യൂ മാത്രം ഉണ്ടാകുമെങ്കിലും നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടായി വരുന്തോറും അല്ലെങ്കിൽ അത് വിറ്റ് തുടങ്ങുന്തോറും നമ്മുടെ റവന്യൂ അതിഭയങ്കരമായ രീതിയിൽ വളരുന്ന കമ്പനികളെയാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾസാണ് ഇപ്പോൾ സ്വിഗ്ഗി, ബുക്ക് മൈ ഷോ, ഇതൊക്കെയാണ് നമ്മുടെ കൺമുന്നിലുള്ള എക്സാമ്പിളുകൾ എന്ന് പറയുന്നത്. നമ്മുടെ വാക്സിൻ ഇസ് അനദർ സ്റ്റാർട്ടപ്പ്. കോവിഡിൻ്റെ വാക്സിൻ നമ്മൾ നോക്കുമ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ലോകത്താകമാനം ഒരു 5 കമ്പനികൾ അത്തരത്തിലുള്ള വാക്സിനുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏകദേശം ലോകത്തിൻ്റെ ഭൂരിഭാഗം പോപ്പുലേഷനിലേക്കും അതെത്തി. അതുവഴി ഈ കമ്പനികളെല്ലാം വലിയ വാല്യൂ ഡിറൈവ് ചെയ്തു. ഒരു സാങ്കേതിക വിദ്യ അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു ഓഫ് ഡെവലപ്പിംഗ് എ വാക്സിൻ. അപ്പോൾ ഈ ചേരുവകളെല്ലാം ഒരുമിച്ച് വന്ന ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റോറിയാണ് കോവിഡ് വാക്സിൻ എന്ന് പറയുന്നത്. മറ്റേ ഈ സ്റ്റാൻഡേർഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ഇതൊന്നും അല്ലാതെ നമുക്കൊരു IP, ഇപ്പോൾ ഒരു ചിപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തു എന്ന് കരുതുക. ചിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ IC, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ഉള്ള ചിപ്പ്, ഇലക്ട്രോണിക് ചിപ്പ്. അത് ഒരു ഫോണിലേക്ക് പോകുമ്പോൾ ഓരോ തവണയും ഒരു ഫോണിൽ ആ ചിപ്പ് ഉപയോഗിക്കുമ്പോൾ എനിക്കൊരു റോയൽറ്റി കിട്ടുമെങ്കിൽ then that is also a startup because it is serving a large amount of customers. ഒരുപാട് വെൽത്ത് അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരിക്കൽ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളെയാണ് നമ്മൾ പൊതുവെ സ്റ്റാർട്ടപ്പുകൾ എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്ക് ചുറ്റും ഒരുപാട് പേര് നല്ല ആശയങ്ങളുള്ള ഭയങ്കര വിഷനുള്ള ആൾക്കാരുണ്ടാവും. അപ്പം ഒരു ആശയം എടുത്താൽ അതിനെ എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പാക്കി മാറ്റാൻ സാധ്യതയുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനത് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആശയങ്ങളുടെ ഫിൽട്ടറിംഗ് ആണ്. എല്ലാ ആശയങ്ങളും ഫിൽട്ടർ ചെയ്യാനുള്ള കഴിവോ അറിവോ എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഞങ്ങൾ 50 പേരടങ്ങുന്ന ഒരു ടീമാണ്. ഞങ്ങൾ എല്ലാവരും കൂടി ശ്രമിച്ചാലും കേരളത്തിൽ നിന്ന് വരുന്ന എല്ലാ ആശയങ്ങളെയും ഫിൽട്ടർ ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സ്റ്റാർട്ടപ്പ് മിഷനെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് ആണോ, ഞാൻ നേരത്തെ പറഞ്ഞ ഡെഫിനേഷനിൽ പെടുന്ന ഒരു ആശയമാണോ നിങ്ങളുടെ മുന്നിലുള്ളത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കണം. 2, ഈ ChatGPTയുടെ വരവോടുകൂടി നമുക്കൊരു ഐഡിയയെ വാലിഡേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലാതായി മാറിയിട്ടുണ്ട്. അതായത് എനിക്കൊരു ഐഡിയ ഉണ്ട്, ഇംഗ്ലീഷ് അറിയാം, എനിക്കൊരു ഐഡിയ ഉണ്ട്, ഇതാണ് എൻ്റെ ഐഡിയ. ഈ ഐഡിയയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടോ, ഒരു മാർക്കറ്റ് പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് ChatGPTയോട് ചോദിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ഈ രംഗത്ത് വർക്ക് ചെയ്യുന്ന മറ്റ് കോമ്പറ്റീറ്റേഴ്സോ അല്ലെങ്കിൽ ഇതിനുള്ള മാർക്കറ്റോ അല്ലെങ്കിൽ ഇതെങ്ങനെ വിപണിയിലേക്ക് എത്തിക്കാമെന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ChatGPT തന്നെ പറഞ്ഞു തരും. അത് ഞങ്ങളും ആക്ച്വലി ആ ഓട്ടോമേഷൻ ഈ ഐഡിയ വാലിഡേഷനിൽ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ആലോചിക്കണം. അതായത് പുതിയൊരാളൊരു ഐഡിയ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഐഡിയ ഇത്തരത്തിലുള്ളൊരു ലാംഗ്വേജ് മോഡൽ വഴി കടത്തിവിട്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു മെത്തേഡ് നമ്മളും ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് 90 വയസ്സുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് ഐഡിയകളുമായി. 90 വയസ്സുള്ള ഒരു മനുഷ്യൻ ഒരു ദിവസം എവിടെ അനുപമ്പിക എന്ന് ചോദിച്ചാൽ പത്രത്തിൽ എന്തോ ഒരു വാർത്ത വായിച്ചിട്ട് പുള്ളി ഓഫീസിൽ വന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ അപ്രോച്ച് ചെയ്യാം. എന്താ വെച്ചാൽ ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട്, അതിലേക്ക് വിളിക്കാം. ഏറ്റവും എളുപ്പമുള്ളത് grants.startupmission.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ഒരു ഗ്രാൻറ്റിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴത്തേക്കും നിങ്ങളുടെ ഐഡിയ ഒരു എക്സ്പെർട്ട് കമ്മിറ്റിക്ക് മുന്നിലെത്തുകയും അവരതിനെ വാലിഡേറ്റ് ചെയ്യുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും അതിൻ്റെ വരും വരാഴികളെ പറ്റി നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കുകയും ചെയ്യും. അല്ല, ഒരു നല്ല ഐഡിയ ആണെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി പൈസ അവർക്ക് കൊടുക്കാനും പറ്റും. ഇതാണ് അതിൻ്റെ ഒരു മെത്തേഡ്സ്, നമ്മൾ അവലംബിക്കുന്ന മെത്തേഡ്സ്.
മിനിമം വയബിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ആശയവും എക്സിക്യൂഷനും രണ്ടാണ്. എനിക്ക് എൻ്റെ മനസ്സിലൊരു നല്ല ആശയം ഉണ്ടാവാം, ഞാനത് ബാബുവിൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും വളരെ നല്ലത് എന്നുള്ളൊരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടാം. എല്ലാവരും കൂടി ചേർന്നിട്ട് ഓക്കെ പൈസയും ഞാൻ ഇടാൻ തയ്യാറാണ് എന്ന ആൾക്കാർ പറയാം. പക്ഷേ ഇത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ, അതേത് പ്രോഡക്റ്റും ആയിക്കോട്ടെ, നമ്മൾ പോലും കാണാത്ത, ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ദ പ്രോസസ് ഓഫ് മേക്കിംഗ് എ പ്രോഡക്റ്റ് ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം ഐഡിയേറ്റിംഗ് എ പ്രോഡക്റ്റ്. ആശയരൂപീകരണം നടത്തുന്നതും മേക്കിങ്ങും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. നമ്മൾ കേരളത്തിൽ നല്ല മേക്കേഴ്സ് ഉണ്ടായിരുന്നൊരു ഇതാണ്. ഇപ്പം തച്ചന്മാർ, അല്ലെങ്കിൽ കാർപ്പൻറ്റേഴ്സ്, അല്ലെങ്കിൽ പ്ലംബേഴ്സ്, അല്ലെങ്കിൽ ഫിറ്റേഴ്സ്, നമ്മുടെ ITI പഠിച്ച അല്ലെങ്കിൽ പോളിടെക്നിക് പഠിച്ച കുട്ടികൾ, ഇവരെല്ലാം ദേവർ എക്സലൻറ്റ് മേക്കേഴ്സ്. നല്ല കാര്യങ്ങളുണ്ട്. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ, നാട്ടുപുറത്ത് തന്നെ കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. പക്ഷേ അവരൊന്നും അല്ല യഥാർത്ഥത്തിൽ ഈ ഐഡിയേഷനുമായിട്ട് വരുന്നത്. സോ ദർ ഇസ് ഒരു ഗ്യാപ്പ് ബിറ്റ്വീൻ ഐഡിയേറ്റേഴ്സ് ആൻഡ് മേക്കേഴ്സ്. ആശയം പറയുന്ന ഒരാൾ, ഇതുണ്ടാക്കുന്ന ഒരാൾ, ഈ ഉണ്ടാക്കി തുടങ്ങുന്ന പ്രോസസ്സാണ് മിനിമം വയബിൾ പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്ന സാധനം. അവിടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും സംഭവിക്കും. ആ റിസ്കുകൾ മൊത്തം എലിമിനേറ്റ് ചെയ്യുകയാണ് നമ്മൾ MVP ഉണ്ടാക്കുന്നത് വഴി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അവസാനം നമുക്കറിയാം, ഞാൻ ഈ പറഞ്ഞ ആശയം പോസിബിളാണ് ഒരു പരിധിവരെയെങ്കിലും. കൂടുതൽ പിന്നീട് നമുക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഒരു മിനിമം സാധനം ഞാൻ പറഞ്ഞത് നടക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് ഈ പറയുന്ന MVP എന്ന് പറയുന്നത്. അപ്പോൾ ആ MVP ചെയ്യാനാണ് സാധാരണ ആരും കാശ് കൊടുക്കാത്തത്. ഇപ്പം ഞാനൊരു ഐഡിയ ആയിട്ട് വന്നു, ഒന്നുമില്ല എൻ്റെ കയ്യിൽ, ഒരു PowerPoint പ്രസൻറ്റേഷനും എൻ്റെ ആംബിഷനും എൻ്റെ ലെഗസി, ഞാൻ നേരത്തെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ലെഗസി ഒക്കെ ആയിട്ടാണ് ഞാൻ വരുന്നത്. അവിടെ ആര് പൈസ ഇടും? ബാങ്കുകൾ കാശ് തരത്തില്ല, വലിയ ഇൻവെസ്റ്റേഴ്സ് കാശ് തരത്തില്ല. അവിടെയാണ് സർക്കാർ കടന്നു വരുന്നത്. നിങ്ങൾക്ക് ഓക്കെ, ടേക്ക് ദിസ് ഗ്രാൻറ്റ് ആൻഡ് പ്രിപ്പയർ എ MVP. ആൻഡ് ദെൻ MVP വെച്ചിട്ട് നിങ്ങൾ മറ്റുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോകും, കൂടുതൽ കാശ് സമാഹരിച്ച് ഒരു പ്രോഡക്റ്റാക്കി അതിനെ മാറ്റും എന്നുള്ളതാണ് ആ പ്രോസസ്സ്. സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കാര്യത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ, ഇപ്പം സ്റ്റാർട്ടപ്പിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന് പല ഘട്ടങ്ങളുണ്ടല്ലോ, അതിലൂടെ ഒന്ന് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുമോ? കേരള രജിസ്റ്റേർഡ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന പ്രോസസ്സ് തുടങ്ങുന്നത് നമ്മളൊരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് വഴിയാണ്. അതായത് നമുക്ക്, എൻ്റെ ഓർമ്മ കറക്റ്റാണ്, അത് ചിലപ്പോൾ വേറെ ചില ഫോംസൂടെ കാണും, ഈദർ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അല്ലെങ്കിൽ ഒരു LLP, അല്ലെങ്കിൽ ഒരു 1 person കമ്പനി, അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് പാർട്ട്ണർഷിപ്പ്. ഇതിലേതെങ്കിലും ഒരു ലീഗൽ ഫോമിൽ രജിസ്റ്റർ ചെയ്ത് പ്രസ്ഥാനമായിരിക്കണം നിങ്ങളുടേത്. അപ്പോൾ അതിന് നമുക്ക് ലോയേഴ്സ് ഉണ്ട്, സെക്രട്ടറീസ് ഉണ്ട്. നിങ്ങൾക്ക് അതിന് സഹായം വേണമെന്നുണ്ടെങ്കിൽ there are consultants who will help you. ഇത് ചെയ്യാൻ സഹായിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സ്റ്റാർട്ടപ്പ് കോമൺസ് എന്ന് പറയുന്ന ഡയറക്ടറിക്കകത്തുണ്ട്. ഞങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വിൽ പുട്ട് യു ഇൻ ടച്ച്. അതിലാരെങ്കിലും ഒരാളെ പരിചയപ്പെടുത്താൻ അവരത് ചെയ്തു തരും. ഒരിക്കൽ നിങ്ങൾ ഈ കമ്പനി അല്ലെങ്കിൽ LLP അല്ലെങ്കിൽ പ്രൊപ്പറേറ്റർഷിപ്പ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് startupindia.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി ഒരു സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടെക്നിക്കലി ആ രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ ഒരു പുതുമ നിറഞ്ഞ ആശയം ഉണ്ടായിരിക്കണം. അപ്പോൾ ആ പുതുമ എന്താണോ അത് നിങ്ങളവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ അവർ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷൻ തരൂ. അങ്ങനെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷൻ കിട്ടുന്ന ഒരു കമ്പനിക്ക് ഒറ്റ ദിവസം കൊണ്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഒരു യൂണിക് ID കൊടുക്കുകയും കേരളത്തിലായിരിക്കണം രജിസ്റ്റർ ചെയ്യുന്നത്. അതാണ് ഞങ്ങളുടെ ഒരു നിർബന്ധം. കൊച്ചി ROC ഒറ്റ ROC ഉള്ളൂ, അവിടെ ആയിരിക്കണം നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടത്. അത് ചെയ്ത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷനും കിട്ടി ഇതിൻ്റെ ലീഗൽ ഫോമും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ വിത്തിൻ എ ഡേ വി ഗെറ്റ് ദ സ്റ്റാർട്ടപ്പ് യൂണിക് ID. ഇതാണ് സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷനിലേക്കുള്ള പ്രോസസ്സുകളെന്ന് പറയുന്നത്. ലീഗലായിട്ട് വല്ല കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതുണ്ടോ? പൊതുവേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, ഒരു കമ്പനി തുടങ്ങാൻ യൂഷ്വലി 2 ഡയറക്ടേഴ്സ് എങ്കിലും വേണം മിനിമം. സ്റ്റാർട്ടപ്പുകൾ സാധാരണ ഒരാളല്ല തുടങ്ങുന്നത്. നമ്മൾ കണ്ടെത്തുന്ന ഒന്നുകിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത, അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിച്ച, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ ഒരുമിച്ച് ചേർന്നാണ് സാധാരണ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ ആൾക്കാർ ചിലപ്പോഴൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്, ഒരു പ്രശ്നമെന്ന് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേർക്കും ഈക്വലായിട്ട്, അല്ലെങ്കിൽ 4 പേർക്കും ഈക്വലായിട്ട് ഷെയറുകൾ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 4 പേരുണ്ടെങ്കിൽ 25% വീതം ഷെയറുകൾ 4 പേർക്കും കൊടുക്കുക. ഇത് ഞാൻ പൊതുവേ ഒരു ഫെയിൽഡ് മോഡലായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് കുറച്ചുകൂടെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അതിലൊരാൾക്കെങ്കിലും ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവണം. അതാരാണെന്ന് നിങ്ങൾക്ക് നേരത്തെ തീരുമാനിക്കാം. ആ അപ്പർ ഹാൻഡ് നമ്മൾ ഡിഫൈൻ ചെയ്ത് നിങ്ങളുടെ ക്യാപ് ടേബിൾ എന്ന് ഞങ്ങൾ പറയുന്നത്, അതായത് ഓരോ ഓഹരി എത്ര ആൾക്കാർക്ക് എത്ര വെച്ചാണ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യമേ ഡിഫൈൻ ചെയ്യണം.
രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോ ഫൗണ്ടർ എഗ്രിമെൻറ്റ്. അത് പല ആൾക്കാരും കേട്ടിട്ടില്ലാത്ത, ആദ്യമൊന്നും കേട്ടിട്ടേ ഇല്ലാത്തൊരു കാര്യമാണ്. അതായത് ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളോട് ഒരു കമ്പനി തുടങ്ങുന്നു. നാളെ ഒരു സുഹൃത്തിന് തോന്നുകയാണ് ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കിട്ടുന്ന വിലയ്ക്ക് എൻ്റെ ഷെയറുകൾ വേറെ ആർക്കെങ്കിലും കൊടുത്തേക്കാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരാൾ നമ്മളുടെ കമ്പനിയിലെ ഓഹരി ഉടമയായിട്ട് വരികയാണ്. വിച്ച് വിൽ മേക്ക് ലൈഫ് വെരി ഡിഫിക്കൽട്ട് ഫോർ യു. അപ്പോൾ സാധാരണ നല്ല ആശയങ്ങളെ ചുറ്റിപ്പറ്റി വരുന്ന കമ്പനികളിൽ ഒരാൾ പുറത്തു പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ അടികൂടുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരാൾ ഇല്ലാതാകുകയാണെങ്കിലോ ഒക്കെ എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായിട്ട് എഴുതുന്ന ഒരു എഗ്രിമെൻ്റാണ് കോ ഫൗണ്ടർ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് റെസ്ട്രിക്ഷൻസ് വെക്കാം. അതായത് എനിക്കാണ് നീ ആദ്യം തരേണ്ടത് ഇത്ര പൈസയ്ക്ക്, അല്ലെങ്കിൽ എനിക്കൊരു ഫസ്റ്റ് റൈറ്റ് ഓഫ് റെഫ്യൂസൽ ഉണ്ടാവും. ഓഹരികൾ പുറത്തു കൊടുക്കുന്നതിന് മുമ്പേ കമ്പനിക്കകത്തുള്ള ഡയറക്ടേഴ്സിന് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ കമ്പനിക്ക് തന്നെ തിരിച്ചു കൊടുക്കണം എന്നൊക്കെയുള്ള നിബന്ധനകൾ എഴുതി ചേർക്കുന്ന ഒരു എഗ്രിമെൻ്റാണ് കോ ഫൗണ്ടർ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ അറിഞ്ഞിരിക്കേണ്ട ലീഗാലിറ്റീസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ വർഷവും ഓഡിറ്റും ROC സബ്മിഷൻസും ഫയലിങ്ങും ഒക്കെ ചെയ്യേണ്ടത്. അതൊക്കെ പക്ഷേ സ്റ്റാൻഡേർഡ് സെക്രട്ടേറിയൽ ജോബ്സാണ്. അത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ എന്തായാലും നമ്മൾ ഇടപാട് ചെയ്യും, അദ്ദേഹമായിരിക്കും അത് യൂഷ്വലി ചെയ്യാറുള്ളത്. വേറെ ലീഗൽ ആസ്പെക്ട്സ് വരുന്നത് ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് ഇതിനകത്തൊരു വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. സാധാരണ ആൾക്കാർ ഓക്കെ ഓഹരിയല്ലേ കൊടുത്തേക്കാം എന്ന് കരുതി കമ്പനിയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ഓഹരി കൊടുത്ത് കാശ് വാങ്ങിക്കുന്ന ഒരു പ്രവണത ഞാൻ കണ്ടിട്ടുണ്ട്. മൈ അഡ്വൈസ് ഇസ് ദാറ്റ് ഇക്വിറ്റി ഈസ് പ്രോബബ്ലി ദ മോസ്റ്റ് പ്രഷ്യസ് എലിമെൻറ്റ് ഓഫ് യുവർ കമ്പനി. ആവശ്യമില്ലാതെ 1% പോലും ഓഹരി നമ്മൾ പുറത്ത് കൊടുക്കരുത് എന്നുള്ളതാണ് എനിക്കിതിനകത്തൊരു അഡ്വൈസായിട്ട് പറയാനുള്ളത്. 2, ഈ ഒരാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുമ്പോൾ അത് എന്ത് രീതിയിലാണ് വാങ്ങിക്കുന്നത് എന്നുള്ളതും അവർ തമ്മിലുള്ള എഗ്രിമെൻറ്റും നമ്മൾ ക്ലിയറായിട്ട് എപ്പോഴും ലേ ഔട്ട് ചെയ്യണം. കാരണം ചില ആൾക്കാർ കമ്പനി ഇത്രയും ടാർഗറ്റ് റവന്യൂ അച്ചീവ് ചെയ്തില്ലെങ്കിൽ പലിശ കൊടുക്കണം, ക്യാപിറ്റലും തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പല പല മെത്തേഡ്സ് ഉണ്ട് ഒരു കമ്പനിയിലേക്ക് കാശ് കൊണ്ടുവരാനുള്ള. അപ്പോൾ അവിടെയും നമ്മളൊന്ന് കെയർഫുള്ളായി അതിനെപ്പറ്റി അറിവുള്ള ആൾക്കാരെ ആ ഘട്ടത്തിൽ ഇൻവോൾവ് ചെയ്യിക്കുന്നതാണ് എപ്പോഴും നല്ലത്. മൂന്നാമത്തേത് നമ്മുടെ ഒരു കോൺട്രാക്റ്റ്, അതായത് നമുക്കൊരു കമ്പനിയിലൊരു പ്രോഡക്റ്റ് ഉണ്ടായി അല്ലെങ്കിൽ ഒരു സർവീസ് ഉണ്ടായി, ആ സർവീസ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നു. പലപ്പോഴും അവർ തരുന്ന അപ്പോഴത്തെ ഒരു ഡെസ്പറേഷനിൽ ഈ ക്ലയൻറ്റ് തരുന്ന ഒരു കോൺട്രാക്റ്റ് ഉണ്ട്, അതങ്ങ് ഒപ്പിട്ട് കൊടുക്കാനുള്ള പ്രവണത വളരെ കൂടുതലാണ്. അതും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സൂക്ഷിച്ച് മാത്രമേ നമ്മൾ ഏത് ഡോക്യുമെൻറ്റിലും സൈൻ ചെയ്യാവൂ. യു ഹാവ് ടു ഡു യുവർ ഡ്യൂ ഡിലിജൻസ് ബിഫോർ സൈനിങ് എനി ഡോക്യുമെൻറ്റ്. 4, നമ്മളൊരു ഓഹരി വിപണിയിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഹോൾ ബഞ്ച് ഓഫ് ലീഗാലിറ്റീസ് ഉണ്ട്. അതും പക്ഷേ നമ്മളൊരിക്കലും ചെയ്യാറില്ല. യൂഷ്വലി ഒരു തേർഡ് പാർട്ടി, ഒരു KPMG, നമ്മുടെ ഉള്ള കാശനുസരിച്ച് പല ആൾക്കാർ വന്ന് ചെയ്യും. വേറൊരു ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു എക്സിറ്റാണ്. ഒരു കമ്പനി വന്ന് നമ്മളെ വാങ്ങിക്കുന്നു, പുറത്തുനിന്നൊരു കമ്പനി വന്ന് നമ്മളെ വാങ്ങിക്കുന്നു. അവിടെയും ഈ കോൺട്രാക്ട് നെഗോഷിയേഷൻസ് ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെയൊക്കെയാണ് ചില ലീഗൽ ഏരിയാസ് വെയർ യു നീഡ് ടു ബി കെയർഫുൾ അബൌട്ട്. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി പ്രധാന കാര്യം എന്ന് പറയുന്നത് അതിലേക്കുള്ള ഫണ്ടിങ് കിട്ടുക എന്നുള്ളതാണ്. നിലവിൽ നമ്മുടെ മുന്നിൽ എന്തൊക്കെ ഓപ്ഷൻസാണ് ഫണ്ടിങ്ങിനായിട്ടുള്ളത്? 15 ലക്ഷം രൂപ വരെയുള്ള ഇന്നൊവേഷൻ ഗ്രാൻറ്റുകളാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴി സംസ്ഥാന സർക്കാർ നൽകുന്ന ഐഡിയേറ്റേഴ്സ് നൽകുന്ന ഗ്രാൻഡ്. അതൊരു ഗ്രാൻഡാണിപ്പോൾ, അതായത് അടയ്ക്കേണ്ടതില്ലാത്ത പണമാണത്. അവിടുന്ന് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ 30 ലക്ഷം R&D ഗ്രാൻഡുണ്ട്. പക്ഷേ അത് വളരെ ചെറിയ ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് മാത്രം കൊടുക്കുന്ന ഒരു ഗ്രാൻഡാണ്. പിന്നീട് നമ്മൾ കൊടുക്കുന്ന മറ്റൊരു ധനസഹായം എന്ന് പറയുന്നത് 50 ലക്ഷം രൂപ വരെയുള്ള ഒരു സീഡ് ലോണാണ്. സ്റ്റാർട്ടപ്പ് സീഡ് ലോൺ എന്ന് നമ്മൾ 7% പലിശയ്ക്ക് മറ്റോ കൊടുക്കുന്ന ഒരു ലോണാണത്. അതിനൊരു 1 വർഷത്തെ മൊറട്ടോറിയം ഉണ്ട്. അത് കഴിഞ്ഞേ തിരിച്ചടവ് ആരംഭിക്കുക പോലും ഉള്ളൂ. അപ്പോൾ അതൊരു ഞങ്ങൾ കൊടുക്കുന്ന മറ്റൊരു സഹായമാണ്. KFC ഒരു 10 കോടി രൂപ വരെ നമുക്കൊരു PO, ഒരു പർച്ചേസ് ഓർഡർ ഉണ്ടെങ്കിൽ അതിൽ അഗൻസ്റ്റായിട്ട് കൊളാറ്ററൽ ഫ്രീ ആയിട്ട് ലോൺ തരും, വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ. KSIDCക്കും അതുപോലെയുള്ള ലോൺ സ്കീംസ് ഉണ്ട്. ഇതെല്ലാം പക്ഷേ ലോണുകളാണ്. സെൻട്രൽ ഗവൺമെൻറ്, അതായത് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായിട്ട് നിധി പ്രയാസ് പോലെയുള്ള പല സ്കീമുകളുമുണ്ട്. അതിൽ നിന്നും 10 ലക്ഷം 15 ലക്ഷം രൂപ വരെയൊക്കെയുള്ള ഗ്രാൻറ്റുകൾ നമുക്ക് മേടിച്ചെടുക്കാൻ കഴിയും. ഇപ്പോൾ ഒരു ബയോടെക്നോളജി ഇൻക്യുബേറ്ററാണ് ബയോടെക്നോളജി കമ്പനിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്കൊരു നല്ല പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ 50 ലക്ഷം രൂപ വരെയുള്ള ബിഗ് ഗ്രാൻറ്റ് എന്ന് പറയുന്ന ഒരു ബൈറാക്ക്, അതിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി തരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പല സ്കീമുകളും നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് മിഷൻ ഓൾസോ റൺസ് ഓൾ ദിസ് സ്കീംസ്. വി അഡ്മിനിസ്റ്റർ
മെനി ഓഫ് ദി സ്കീംസ്. പക്ഷേ എൻ്റെ ഒരു ഇതിൽ പരമാവധി നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ഗ്രാൻഡ് എന്ന് പറയുന്നത് ഒരു 50 മുതൽ 65 ലക്ഷം രൂപ വരെ ആയിരിക്കും, ഡിപ്പെൻഡിങ് ഓൺ ദ പ്രോഡക്റ്റ്. ഏത് ഏരിയയിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച്. അതിനപ്പുറത്തേക്ക് പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഈ 50 ലക്ഷം രൂപ കൊണ്ടൊന്നും ഒന്നും ആവില്ല. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ആ 50 ലക്ഷം കൊണ്ട് നമ്മളൊരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഫ്ലെഡ്ജ് പ്രോഡക്റ്റിലേക്ക് നമുക്ക് പോകണം. സാധാരണഗതിയിൽ ഒരു $200,000 to $300,000 എന്ന് പറയുമ്പോൾ ഒരു 1.5 മുതൽ 2.5 കോടി രൂപ വരെ നമുക്ക് ആ ഒരു ഘട്ടത്തിൽ വേണ്ടി വരും. അവിടെ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ഏഞ്ചൽ നെറ്റ്വർക്കുകൾ എന്ന് പറയുന്ന ആൾക്കാരെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ കേരള ഏഞ്ചൽ നെറ്റ്വർക്ക്, മലബാർ ഏഞ്ചൽ നെറ്റ്വർക്ക്, ഫിനിക്സ് ഏഞ്ചൽസ്, സ്പാർക്ക്, ട്രിവാൻഡ്രം ഏഞ്ചൽ നെറ്റ്വർക്ക് ഇൻ ആൻ ഇൻഫോർമൽ ഫോം, ഇങ്ങനെ 5 ഏഞ്ചൽ നെറ്റ്വർക്കുകളാണ് ഇന്ന് കേരളത്തിലുള്ളത്. അവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടോടൈപ്പ് ഉള്ള ചെറിയ റവന്യൂ ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനികളുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പിച്ച് ഡെക്ക് നമ്മൾ ഈ ഏഞ്ചൽ ഗ്രൂപ്പിലേക്ക് കൊടുക്കുകയും അവരിതിനെ ഇവാലുവേറ്റ് ചെയ്യുകയും അത് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ കുറേശ്ശെ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഈ പറയുന്ന 2 കോടി രൂപ ഉണ്ടാക്കി ഇദ്ദേഹത്തിന് കൊടുക്കുക അല്ലെങ്കിൽ ഈ എൻ്റർപ്രനറിന് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അത് ഇപ്പോൾ കേരള ഏഞ്ചൽ നെറ്റ്വർക്കിലാണെങ്കിൽ കേരളത്തിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പുകളെല്ലാം അതിനകത്ത് അംഗങ്ങളാണ്. മുത്തൂറ്റ് അല്ലെങ്കിൽ പോപ്പുലർ അങ്ങനെയുള്ള ലെഗസി ബിസിനസ്സുകാർ പോലും പുതിയ ടെക്നോളജിയിലേക്ക് പൈസ ഇടാനായിട്ട് ഈ ക്യാൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ ഉപയോഗിക്കാറുണ്ട്. ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ്. അതായത് നമ്മൾ ആദ്യം ഒരു 50 ലക്ഷം രൂപ വരെയുള്ള ഒരു ഗ്രാൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. രണ്ടാമത്തേത് നമ്മൾ ഈ പറയുന്ന ഒരു 1.5 മുതൽ 2.5 കോടി രൂപ വരെയുള്ള ഒരു ഏഞ്ചൽ ഫണ്ടിനെ പറ്റി പറഞ്ഞു. അവിടുന്ന് നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അടുത്ത നമ്മുടെ ഒരു ഫണ്ടിങ് റൗണ്ട് എന്ന് പറയുന്നത് സാധാരണ ഒരു $2 മില്യൺ മുതൽ ഒരു $10 മില്യൺ വരെ ആയിരിക്കും. അതായത് ഒരു 16 കോടി മുതൽ ഒരു 80 കോടി രൂപ വരെയുള്ള ഫണ്ടിങ്. അവിടെയാണ് നമ്മൾ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ് എന്ന് പറയുന്ന വിഭാഗത്തിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതിലും കേരള സർക്കാർ ഒരു വളരെ നൂതനമായ ആശയം ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളും കൂടി ലിമിറ്റഡ് പാർട്ണറായിട്ട്, അത് നമ്മളും കൂടി ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫേമുമായിട്ട് ചേർന്ന് കേരളത്തിലെ കമ്പനികൾക്ക് വേണ്ടി ഏകദേശം 150 കോടി രൂപ ഉള്ള ഒരു കോർപ്പസ് ഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ അടുത്തായിരിക്കും നമ്മൾ ഈ കമ്പനികളെ ആദ്യം എത്തിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഈ പറയുന്ന നല്ല ഇതെല്ലാം അവർക്ക് കൂടി ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഇത് വരൂ. ഞാനപ്പോൾ ഇത് പലപ്പോഴും എൻ്റെ ഇൻ്റർവ്യൂകളിൽ ഞാനിത് പറയുമ്പോൾ ആൾക്കാർ തിരിച്ചു വന്നിട്ട് 50 ലക്ഷം രൂപ എവിടെ എന്ന് ചോദിക്കാം. പക്ഷേ ഇതിനെല്ലാം ഒരു പ്രോസസ്സുണ്ട്, ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ട്. അവർ കൂടി വാലിഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഫണ്ടുകളെല്ലാം ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ ഈ 3 ഘട്ടങ്ങളാണ് സാധാരണ നമ്മൾ പോകാറുള്ളത്. ഇതിൻ്റെ അവസാനത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്മോൾ എക്സ്ചേഞ്ച്, മറ്റേ SME എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ അത്തരത്തിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, അവിടെ ലിസ്റ്റഡ് ആവാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു കമ്പനി, മറ്റൊരു വലിയ കമ്പനി വന്ന് നമ്മളെ വാങ്ങിക്കുന്ന എക്സിറ്റ് ഓപ്ഷൻ എന്ന് ഞങ്ങൾ പറയുന്ന രീതിയിലേക്ക് പോവാം. ഇതൊക്കെയാണ് നമ്മുടെ ഒരു പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫണ്ടിങ്ങിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഈ ഫണ്ടിങ് തരാൻ തയ്യാറാകുന്ന ഒരു ഇൻവെസ്റ്റർ ആദ്യം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളൊരു 3 ഇയർ പ്ലാൻ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളൊരു 5 ഇയർ പ്ലാൻ എന്താണ്? അങ്ങനെയാണ് ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ വെഞ്ചർ തുടങ്ങാൻ താല്പര്യപ്പെട്ട് വരുന്ന പലർക്കും ഇങ്ങനൊരു പ്ലാൻ ഉണ്ടാക്കുന്നതിനെ പറ്റി വലിയ ധാരണ ഉണ്ടാവണമെന്നില്ല. അതിനുള്ളൊരു സഹായങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് മിഷൻ്റെ? ട്രെയിനിങ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് മിഷൻ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമ്മളെ ലിങ്ക്ഡിൻ പേജും ഫേസ്ബുക്ക് പേജും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നടത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാംസിൻ്റെ പോസ്റ്ററുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം എങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കണം, എങ്ങനെ ഒരു ഫൈനാൻഷ്യൽ പ്രൊജക്ഷൻ നമ്മൾ ചെയ്യണം, എങ്ങനെയാണ് നമ്മളൊരു പിച്ച് ഡെക്ക് ഉണ്ടാക്കേണ്ടത്, എന്താണ് ദ ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്, നമ്മുടെ കഥ എങ്ങനെ കൺവിൻസിംഗ് ആയിട്ട് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും. നമ്മളത് ചെയ്തു കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ ചെയ്തു കൊടുക്കില്ല എന്നുള്ളതാണ് ഉത്തരം. വി വോണ്ട് ദി ഓൺടർപ്രന്യൂർ ടു ബി എംപവേർഡ് ടു ഡു ഇറ്റ്. നാളെ ഒരു ദിവസം ഈ കമ്പനി വർക്കായില്ലെങ്കിൽ പോലും അടുത്ത കമ്പനിയിലും അയാൾക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു ആസ്പയറിംഗ് ഓൺടർപ്രന്യൂറെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഈ ട്രെയിനിങ് പ്രോഗ്രാംസ് വഴിയാണ് ചെയ്യുന്നത്. അത് എവിടെ വെച്ചിട്ടാണ് ട്രെയിനിങ് നടക്കുന്നത്? അത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നടക്കും. നമ്മുടെ സെൻറ്റേഴ്സ് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഏതാണ്ട് 15 കോളേജുകളിൽ നമ്മുടെ ലീപ് സെൻറ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലാതെ കാസർഗോഡ്, കണ്ണൂർ, കൊട്ടാരക്കര, കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം, ഇവിടെയെല്ലാം ഞങ്ങളുടെ ഓൺ സെൻറ്റേഴ്സും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ സെൻറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും സാധാരണ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നത്. ഏകദേശം 550-ൽ പരം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ ഇന്നൊവേഷൻ ആൻഡ് ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അവരും ഇത്തരം പരിപാടികൾ കോർഡിനേറ്റ് ചെയ്യാറുണ്ട്. ഒരു ബിസിനസ് പ്ലാൻ നമ്മൾ എഴുതി ഉണ്ടാക്കുന്നു. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ആ പ്ലാനിൽ അവർ നോക്കുന്നത് എന്താണ്? അവർ സ്കെയിലബിലിറ്റിയാണ്. അതായത് എല്ലാ ഇൻവെസ്റ്റർക്കും ഒരാഗ്രഹമേ ഉള്ളൂ, ഞാൻ 10 രൂപ ഇട്ടാൽ എനിക്ക് 50 രൂപ കിട്ടണം.
അതല്ലാതുള്ളവരുണ്ട്, അത് ഇമ്പാക്റ്റ് ഇൻവെസ്റ്റേഴ്സ് വിളിക്കുക. എന്ന് പറഞ്ഞാൽ ലോകത്തെ ക്ലൈമറ്റ് മാറ്റങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം കൺട്രോൾ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ അല്പം പൈസ മാറ്റി വയ്ക്കുന്നു. ഐ ഡോണ്ട് കെയർ അബൌട്ട് ദ റിട്ടേൺ ഇസ് കൺട്രോളിങ് ദ ക്ലൈമറ്റ് ചേഞ്ച്, റൈറ്റ്, ഓർ ദ കാർബൺ എമിഷൻ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ നമ്മുടെ ഈ കച്ചവടം എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ വരുന്ന എല്ലാ ഇൻവെസ്റ്റേഴ്സിനും പ്രതി മച്ച് ഒരാഗ്രഹമേ ഉള്ളൂ. ഞാനൊരു 10 ലക്ഷം രൂപ തരും, എനിക്ക് ഒരു 4-5 വർഷത്തിൽ അത് 50 ലക്ഷം രൂപയായിട്ട് തിരിച്ചു തരണം. 3x to 5x റിട്ടേൺ ഇസ് കൺസിഡേർഡ് എ റീസണബിളി ഗുഡ് എമൗണ്ട്. അപ്പോൾ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. അപ്പോൾ ഞാൻ ഒരാശയം പറയുന്നു. ആശയം പറയുമ്പോൾ സാധാരണഗതിയിൽ ഞങ്ങൾ 3 കാര്യങ്ങളെപ്പറ്റി പറയും. ടാം, സാം, സോം എന്നാണ് അതിനെ വിളിക്കുന്നത്. ടാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ്. സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസബിൾ അഡ്രസ്സബിൾ മാർക്കറ്റ്. സോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസബിൾ ഒപ്റ്റെയിനബിൾ മാർക്കറ്റ്. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇന്ത്യയിലെ എല്ലാ ബ്യൂട്ടി പാർലേഴ്സ് അല്ലെങ്കിൽ സലൂൺസ് അല്ലെങ്കിൽ നമ്മുടെ പഴയ ഭാഷയിലുള്ള ബാർബർ ഷോപ്സ്, ഇതിനെ ഓട്ടോമേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മുടെ ടോട്ടൽ മാർക്കറ്റ്, ഇന്ത്യയിലെ മാർക്കറ്റ് എന്ന് പറയുന്നത് എല്ലാ ബ്യൂട്ടി പാർലേഴ്സും എല്ലാ ബാർബർ ഷോപ്സും എല്ലാ സലൂൺസുമാണ്, അല്ലേ? അത് നമുക്കൊരു 10 ലക്ഷം എണ്ണം ഉണ്ടെന്ന് ഒരു കണക്കിന്, അതായിരിക്കത്തില്ല കറക്റ്റ്, 10 ലക്ഷം ഉണ്ടെന്ന് കരുതുക. ഇനി നമ്മൾ അടുത്ത ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൽ എത്ര എണ്ണം യഥാർത്ഥത്തിൽ ഓട്ടോമേറ്റഡ് ആവും. അപ്പം ഞാൻ പറയുകയാണ്, 60 വയസ്സിന് മുകളിലുള്ളവർ നടത്തുന്ന സലൂൺസ് ഒന്നും എന്തായാലും ഇനിയിപ്പം സോഫ്റ്റ്വെയർ ഒന്നും കൊണ്ടുവരാൻ പോകുന്നില്ല. അവനൊരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്, അവർ വന്നോളും, അവരത് ഉപയോഗിച്ചോളും, പോവും. അപ്പോൾ അങ്ങനെ ഒരു 10-20% ഇല്ല, അതങ്ങ് മാറിക്കിട്ടി. ഓക്കെ, 10-25% സലൂൺസ് മേ ബി ഓൾറെഡി ഓട്ടോമേറ്റഡ് ആയിരിക്കാം, അപ്പോൾ അതും മാറിക്കിട്ടി. ബാക്കിയുള്ളതാണ് നമുക്ക് ഒരു കിട്ടാവുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത്, സർവീസബിൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്, അതിൽ തന്നെ എനിക്ക് എത്ര കിട്ടും. ഇപ്പം ഞാൻ കേരളത്തിൽ നിന്നാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ മേ ബി കേരള, തമിഴ്നാട്, കർണാടക എന്നുള്ള ആ ഒരു പോക്കറ്റിലായിരിക്കും ഞാനിത് വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും മേ ബി മൊത്തം മാർക്കറ്റിൻ്റെ 10% എനിക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ 10 ലക്ഷത്തിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 1 ലക്ഷം. ഞാൻ ഈ പ്രോഡക്റ്റ് ഞാനൊരു 1000 രൂപ മാസം ചാർജ് ചെയ്താണ് വിൽക്കുന്നതെങ്കിൽ ഒരു മാസം എനിക്ക് 1 ലക്ഷം × 1000, 10 ലക്ഷം, 1 കോടി, 10 കോടി രൂപ കിട്ടും, അല്ലേ? ഇതെനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. 10 ലക്ഷം രൂപ റവന്യൂ കിട്ടുന്ന ഒരു കമ്പനിയിൽ എനിക്കൊരു 50% മാർജിൻ കിട്ടുകയാണെങ്കിൽ എനിക്ക് 5 ലക്ഷം രൂപ മാർജിനുണ്ട്. 5 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം രൂപ എനിക്ക് മാർജിനുള്ള കമ്പനിക്ക് സാധാരണ അതിൻ്റെ 10-20 ടൈംസ് ആയിരിക്കും വാല്യുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കമ്പനിയുടെ വാല്യുവേഷൻ കണക്കാക്കുന്നത്. അതായത് ഒരു വലിയ മാർക്കറ്റ് അവിടെ ഉണ്ട്, ആ മാർക്കറ്റിൽ എനിക്ക് കിട്ടാൻ പറ്റുന്ന മാർക്കറ്റ് ഇത്രയാണ്, ഇതാണ് എൻ്റെ പ്രോഡക്റ്റിന് ഞാൻ കൊടുക്കുന്ന പ്രൈസ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ റവന്യൂ, ഇത് നമ്മുടെ പഴയ കോഴിമുട്ട കഥ പോലെ തന്നെയാണ്. അതായത് മുട്ട, 1 മുട്ട, 2 മുട്ട വിരിയുന്നു, പിന്നെ ഒരു കോഴികൾ മുട്ടകൾ, അങ്ങനെ പറയുന്നത് പോലെയുള്ള ഒരു കണക്കാണ് പറയുന്നത്. പക്ഷേ ആ കണക്ക് നമ്മൾ എപ്പോഴും ഒരു ഇൻവെസ്റ്റർ നോക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? ആ പോസിബിലിറ്റി ഉണ്ടോ എന്നറിയാനാണ്. ഈസ് ദർ എ പോസിബിലിറ്റി ടു മൾട്ടിപ്ലൈ മൈ മണി? ഇന്ന് ഞാൻ 5 ലക്ഷം ഇട്ടാൽ 5 കൊല്ലം കൊണ്ട് അത് 25 ലക്ഷമാക്കി തരാനുള്ള ഒരു മാർക്കറ്റെങ്കിലും അവിടെ ഉണ്ടോ, ഇവൻ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എന്നെപ്പോഴും ഇൻവെസ്റ്റർ നോക്കും. അല്ലാതെ ഒരിക്കലും ഈ ബിസിനസ് പ്ലാനുകളൊന്നും അതേപോലെ നടപ്പിലാവാറേയില്ല. കാരണം നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഈ റിയാലിറ്റി എല്ലാം മാറും. പക്ഷേ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മാർക്കറ്റ് അനലൈസ് ചെയ്ത് ഇന്ന പ്രോഡക്റ്റ് ഇന്ന വിലയ്ക്ക് വിറ്റാൽ ഇത്ര കോടി രൂപ എനിക്ക് റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ എൻ്റെ കമ്പനിയുടെ വാല്യുവേഷൻ ഇത്രയാവും. അങ്ങനെ വരുമ്പോൾ ഇന്ന് നിങ്ങൾ എനിക്ക് 1 കോടി രൂപ തന്നാൽ 5 വർഷം കൊണ്ട് അത് 5 കോടി രൂപയാക്കി തരാനുള്ള പൊട്ടൻഷ്യൽ ഈ കമ്പനിയിലുണ്ട് എന്ന് ഒരു ഇൻവെസ്റ്ററെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നതാണ് ഫണ്ടിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങുകയാണ്, അതൊരു എക്സ്പെർട്ടീസ് മേഖലയിലാണ്, നമ്മൾക്ക് പരിമിതമായിട്ടുള്ള എക്സ്പെർട്ടീസേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെൻറ്ററാണ്, ഒരു മെൻറ്റർഷിപ്പ്. അതിൽ എക്സ്പെർട്ടീസ് ഉള്ള കുറേ കൂടി എക്സ്പെർട്ടീസ് ഉള്ള ഒരാൾ, പക്ഷേ പലർക്കും ഇല്ലാതെ പോകുന്നത് തന്നെയാണ്. അപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷന് എങ്ങനെയാണ് ഒരു പുതിയൊരാൾക്ക്, ഒരു ഗോഡ് ഫാദർ ഇല്ലാതെ കടന്നു വരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് മെൻറ്ററെ കൊടുക്കാൻ? നമുക്കൊരു പ്രോഗ്രാം തന്നെ ഉണ്ട് അതിന്. നമുക്കൊരു ഏകദേശം എല്ലാ മാസവും ഞങ്ങൾ പുതിയ മെൻറ്റേഴ്സിനെ ഓൺബോർഡ് ചെയ്യും. മൈൻഡ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, mind.startupmission.in.gov.in മൈൻഡ് സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെൻറ്റർഷിപ്പ് പൂളിനെ നമുക്ക് കാണാൻ പറ്റും. ആ പൂളിൽ കാണുന്ന ആൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള മെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി അതല്ല, നിങ്ങൾ പറയുകയാണ് നാളെ എനിക്ക് സോംനാഥ് സാറിനെ ഞാനൊരു സ്പേസ് സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണ്, സോംനാഥ് സാറിനെ എനിക്ക് എൻ്റെ മെൻറ്ററായിട്ട് കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണക്ഷനും ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഇഫ് യു നോ
who you want as a mentor. We will always try to connect to that mentor. So every month we do a mentorship drive. അതായത് പുതിയ മെൻറ്റേഴ്സിനെ ഞങ്ങൾ ഓൺബോർഡ് ചെയ്തുകൊണ്ടേയിരിക്കും. മെൻറ്റർ മെൻറ്റി അല്ലെങ്കിൽ മെൻറ്റർ സ്റ്റാർട്ടപ്പ് റിലേഷനുകളിൽ ഒരു പരിധി വിട്ട് ഞങ്ങൾ ഇടപെടാറില്ല. അതായത് ഇതൊരു ഞാൻ എപ്പോഴും പറയാറുള്ളതെന്ന് പറഞ്ഞാൽ അതൊരു ഡേറ്റിംഗ് പോലെയാണ്. ഡേറ്റിംഗ് എന്നുള്ള വാക്ക് ഇപ്പോൾ എനിക്കൊന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. ഞാൻ കാമുകനും കാമുകയും പുറത്തു പോകുന്നു, അല്പം സമയം സ്പെൻഡ് ചെയ്യുന്നു, ഒരു തവണ പോകുന്നു, വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, 2 പോകുന്നു, 3ാമത്തെ തവണ പറയുന്നു ശരിയാവില്ല എന്ന് പറയുന്നു, ബ്രേക്കപ്പ് ആവുന്നു. ചിലരങ്ങനെയല്ല, അത് ലോങ് ടേം റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു, ചിലർ കല്യാണത്തിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഈ മെൻറ്ററും മെൻറ്റിയും തമ്മിലുള്ള റിലേഷൻ. അതായത് ഓരോരുത്തരുടെയും വാല്യൂ, സ്റ്റാർട്ടപ്പിൻ്റെ വാല്യൂ മെൻറ്ററും, മെൻറ്ററുടെ വാല്യൂ സ്റ്റാർട്ടപ്പും മനസ്സിലാകുന്ന ഒരു പ്രോസസ്സിലേക്ക് എത്തിപ്പെടാൻ അല്പം സമയമെടുക്കും. അത് അവർ തന്നെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഞങ്ങൾ അതിനകത്ത് ഇടപെടാറ്. വി ഫെസിലിറ്റേറ്റ് എ കണക്ട് ബിറ്റ്വീൻ ദ റൈറ്റ് മെൻറ്റർ ആൻഡ് ദ സ്റ്റാർട്ടപ്പ്. ഇൻക്യുബേറ്റർ ആക്സിലറേറ്റർ നെറ്റ്വർക്ക് ഇപ്പം കേരളത്തിലും നന്നായിട്ട് വരികയാണ്. അപ്പം പുതിയ സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു പിന്തുണ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? ഇൻക്യുബേറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പം നമ്മൾ ഒരു നല്ല എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മൾ ടൈമെഡ് എന്ന് പറയുന്ന ഒരു ഇൻക്യുബേറ്റർ ഇവിടെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇന്ന് ഒരു പുതിയ മെഡിക്കൽ പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് ഇൻക്യുബേറ്റർ ടൈമെഡ് ആണെന്ന് ഞാൻ പറയും. കാരണം ശ്രീ ചിത്ര എൻഡോഴ്സ് ചെയ്യുന്നൊരു പ്രോഡക്റ്റ് ഇന്ത്യയിൽ ഉടനീളം അത് ആക്സെപ്റ്റഡ് ആണ്. അത് ഇറ്റ് ഗിവ്സ്. അപ്പോൾ എങ്ങനെ ഒരു മെഡിക്കൽ പ്രോഡക്റ്റിനെ ഈ മെഡിക്കലിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാരിൽ ഉപയോഗിക്കണം. അതിന് ചിലപ്പോൾ ട്രയൽസ് ഉണ്ടായിരിക്കും, അതിന് സേഫ്റ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം, അതിന് ചില സർട്ടിഫിക്കേഷൻ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത്തരം പ്രോസസ്സുകളിലെല്ലാം കൂടി ടൈമെഡ് നമ്മളെ കടത്തിവിടും. അപ്പോൾ അതുപോലെയാണ് നമുക്കിപ്പോൾ ഒരു സ്പേസ് ഇൻക്യുബേറ്റർ ഉണ്ടെങ്കിൽ സ്പേസ് ടെക്കിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ഒരു സാധാരണ ജനത്തിന് അറിയില്ല. സോ യു നീഡ് സ്പെസിഫിക് എക്സ്പെർട്ടീസ്. ഇപ്പം മൂപ്പൻസ് കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണെന്ന് തോന്നുന്ന വയനാടുള്ള ഡോക്ടർ ആസാദ് മൂപ്പൻ്റെ കോളേജിൽ ബയോനെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇൻക്യുബേറ്റർ ഉണ്ട്. അപ്പോൾ ബയോടെക്നോളജിയിലുള്ള എന്ത് പ്രോഡക്റ്റുകൾ വേണമെങ്കിലും നമുക്ക് അവിടെ കൊണ്ടുപോയി ചെയ്യാം. ഞങ്ങൾ തന്നെ നടത്തുന്ന RGC രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയും കേരള സ്റ്റാർട്ടപ്പ് മിഷനോട് നടത്തുന്ന മറ്റൊരു ബയോനെസ്റ്റ് എന്ന് പറയുന്ന ഇൻക്യുബേറ്റർ കൊച്ചി ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് ലൈഫ് സയൻസിൽ വരുന്ന കമ്പനികൾ ആ ഇൻക്യുബേറ്ററിലേക്ക് പോകും. അപ്പോൾ അത്തരത്തിലുള്ള സെക്ടർ സ്പെസിഫിക് ഇൻക്യുബേറ്റേഴ്സ് കേരളത്തിൽ വളർന്നു വരുന്നുമുണ്ട്. അതാത് മേഖലകൾ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് മെൻറ്റർഷിപ്പ് ആയാലും റെഗുലേറ്ററി സർട്ടിഫിക്കേഷൻ ആയാലും ഫണ്ടിങ് ആയാലും ട്രെയിനിങ് ആയാലും എല്ലാം ഈ ഇൻക്യുബേറ്റർ നെറ്റ്വർക്ക്സ് വഴിയാണ് കൊടുക്കുന്നത്. ഇൻക്യുബേറ്ററും ആക്സിലറേറ്ററും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ തന്നെ അടവെച്ച് വിരിയിക്കാനുള്ള സ്ഥലങ്ങളാണ് ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആക്സിലറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഞാനൊരു ലോകോത്തര പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു, അല്പം സ്വല്പം റവന്യൂ കിട്ടി തുടങ്ങി. പക്ഷേ അതിൻ്റെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് വേറൊരു വലിയ പോസിബിലിറ്റി അതിന് മുന്നിൽ കിടക്കുകയാണ്. ഞാൻ ഇന്ന് 10 ലക്ഷം രൂപ റവന്യൂ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എനിക്ക് 10 കോടി രൂപ റവന്യൂ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി എനിക്കുണ്ട്. അത്തരത്തിൽ സ്കെയിലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോത്തിനെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിനെ ആക്സിലറേറ്റ് ചെയ്യാൻ കഴിയുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ ആക്സിലറേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ആക്സിലറേറ്ററുകൾ കേരളത്തിൽ ആക്ച്വലി അല്പം കുറവാണെന്ന് ഞാൻ പറയും കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ്. ബട്ട് ഇൻക്യുബേറ്റേഴ്സ് ഒരുപാട് ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്. നല്ലത്. ഏതൊരു സ്റ്റാർട്ടപ്പിൻ്റെയും വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ടീമായിരിക്കും. ഒരു നല്ല ടീം ഉണ്ടാവണം അല്ലേ? പക്ഷേ ഹൗ ബിഗ് ഷുഡ് ബി എ ടീം എന്നുള്ളൊരു ചോദ്യമാണ് അല്ലേ? എത്ര പേരെ ഓൺബോർഡ് ചെയ്യണം, എത്ര പേര് വേണം, എന്താണ് അതിൻ്റെ ഒരു ഐഡിയൽ? ലീൻ എന്നുള്ളതാണ് എൻ്റെ അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മെലിഞ്ഞ ടീം ഉണ്ടാവാൻ പറ്റുന്നോ അത്രയും നല്ലത്. ഒരാളെ ഹയർ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ 100 വട്ടം. കാരണം പലപ്പോഴും നമ്മുടെ സമൂഹം ഒരു കമ്പനിയുടെ വളർച്ചയോ സക്സസ്സിനെയോ കാണുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വെച്ചിട്ടാണ്. 100 പേരുള്ള ഒരു കമ്പനിയിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ 1000 പേരാകുമ്പോൾ കൂടുതൽ മാന്യത, 10,000 പേരാകുമ്പോൾ അതിൽ കൂടുതൽ മാന്യത. പക്ഷേ 2 പേരുള്ള കമ്പനി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു സമൂഹത്തിലൊരു മാന്യത ഇല്ലാതായി പോകുന്നു എന്നൊരു തോന്നൽ നമുക്കുണ്ട്. പക്ഷേ സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ട്രൈ ടു സ്റ്റേ ആസ് ലീൻ ആസ് യു ക്യാൻ. ഒരാളെയും ആവശ്യമില്ലാതെ ഹയർ ചെയ്യരുത്. പറ്റുന്നിടത്തോളം കൺസൾട്ടൻസിനെ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ. ഇപ്പം നമുക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണം, അത് അതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഏജൻസിക്ക് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് എപ്പോഴും ലാഭകരമായി വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നുമോ 10,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 15,000 രൂപയ്ക്ക് ഒരാളെ വെച്ചാൽ പോരെ. അങ്ങനെയല്ല, അത് നമുക്ക് പിന്നീടൊരു ലയബിലിറ്റി ആയിട്ട് മാറും. നമ്മൾ ഒരു വർഷത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഔട്ട്സോഴ്സ് ചെയ്യുക, അത് മറ്റൊരു കൺസൾട്ടൻസിക്ക് കൊടുക്കുക. കോർ ഫംഗ്ഷനിലല്ലാതെ മറ്റെല്ലാ മേഖലകളിലും കൺസൾട്ടൻസിൻ്റെ സേവനം ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്താണോ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഏറ്റവും മിനിമം.
ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ ഞാൻ പറയും ഒരു മാക്സിമം ഒരു 7 മുതൽ 10 വരെയുള്ള ആൾക്കാർ മാത്രമേ ആദ്യത്തെ ടീമിലുണ്ടാവൂ. ശരിക്കും ഒരാൾ അല്ലെങ്കിൽ 2 പേരിരുന്നാണ് ഇതിൻ്റെ MVP എന്ന് പറയുന്ന സാധനം സാധാരണഗതിയിൽ ഉണ്ടാക്കുന്നത്. ടീമിലെ ആളുകളുടെ എണ്ണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, പക്ഷെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ആളുകളുടെ ക്വാളിറ്റിയുടെ ഒരു കാര്യം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളൊരു ടീമിനെ നിർണ്ണയിക്കുന്നത്? അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് കേരളത്തിലെ പോലൊരു സ്ഥലത്ത്, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട, ഇപ്പം ഞാനൊക്കെ ഈ സെൻസിറ്റൈസേഷനിൽ ഞാൻ പ്രൗഡാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് ആൾക്കാരിലേക്ക് ഇത് എത്തിച്ചു എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് ഞാൻ അല്പം അഭിമാനത്തോടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഇതുപോലെ ഒരു വെഞ്ചറിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജനത ആയിരുന്നില്ല കേരള ജനം. നീ 10,000 പേര് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഒരാളായി നീയൂടെ ജോയിൻ ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ. കാരണം അതിനെയാണ് നമ്മൾ ജോബ് സെക്യൂരിറ്റി ആയിട്ട് കണ്ടിരുന്നത്. പക്ഷേ നല്ല പ്രൊഫഷണലുകളെ ഹയർ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ലോകത്തിലെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനും കഴിയുള്ളൂ. അത് ഏത് മേഖലയിലായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സാധാരണ ഈ ടീമിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മളെ തന്നെ സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒന്ന്, ഞാൻ അല്ലെങ്കിൽ ഫൗണ്ടർ എന്ന് പറയുന്ന ഒരാൾ, എൻ്റെ ലെഗസി, എന്തുകൊണ്ട് നീ എൻ്റെ കൂടെ ജോയിൻ ചെയ്യണം എന്നുള്ളൊരു മാർക്കറ്റിംഗ് ഓഫ് ദ കമ്പനി ഇറ്റ് സെൽഫ്. 2, സാമ്പത്തികമായിട്ട് അയാൾക്കുണ്ടാകാവുന്ന ബെനിഫിറ്റുകൾ. അത് വെറും ശമ്പളം കൊണ്ട് മാത്രം ഉണ്ടാകുകയില്ല. ശമ്പളം ആക്ച്വലി ചിലപ്പോൾ നമുക്ക് ആദ്യമേ മറ്റുള്ളൊരു കമ്പനി കൊടുക്കുന്ന അത്രയും കൊടുക്കാനും പറ്റില്ല. അവിടെയാണ് നമ്മൾ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻസ് പോലെയുള്ള, അതായത് നാളെ ഈ കമ്പനി വളർന്ന് വലുതാകുകയാണെങ്കിൽ അത് നിനക്ക് കിട്ടിയിട്ടുള്ള ഈ സ്റ്റോക്ക് ഓപ്ഷൻസ് വഴി യു ഹാവ് എ ഓപ്പർച്യൂണിറ്റി ടു ക്രിയേറ്റ് എ ലോട്ട് ഓഫ് വെൽത്ത്. മൂന്നാമത് നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അക്യുമുലേഷൻ ഓഫ് നോളജാണ്. അതായത് ഒരു ചെറിയ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നീ പഠിക്കുന്ന അത്രയും കാര്യങ്ങൾ ഒരിക്കലും നീ ഒരു വലിയ കമ്പനിയിൽ നിന്ന് പഠിക്കില്ല. കാരണം ആ ചെറിയ കമ്പനിയിൽ യു സ്പാൻ എന്തിലൊക്കെ നമ്മൾ തൊടുന്നു എന്നുള്ളത് വളരെ 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 കൂടുതലാണ്. പക്ഷേ ഇതെല്ലാം ഞാൻ പറയുമ്പോഴും ഇതിന് സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് വെഞ്ചറും ചെയ്തുള്ളൂ. അവിടെയാണ് നമ്മൾ ഈ സാമൂഹ്യമായ ഒരു മാറ്റം കൂടി വന്നാൽ മാത്രമേ കൂടുതൽ ആൾക്കാർ, ഇപ്പോൾ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന ഒരാളോട് ഞാൻ പറയുകയാണ്, ഞാനിങ്ങനെ ഒരു ഹൈടെക് പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യണം, നീ പോരെ നമുക്ക് ഇവിടുന്ന് ബിൽഡ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ അയാളുടെ അച്ഛനമ്മമാർ, അല്ലെങ്കിൽ അയാളുടെ സുഹൃത്തുണ്ട്, ജനറൽ ട്രെൻഡ്സ് വേറെ പണിയൊന്നുമില്ല, ഇനി കേരളത്തിൽ പോയി ഇങ്ങനത്തെ ഇതിന് പോയിട്ട് വേണം നീ ഇപ്പോൾ ഉള്ള നല്ല ജോലി കളഞ്ഞു വിളിക്കാൻ എന്നുള്ളത് മാറണം. അത് മാറുമ്പോൾ മാത്രമേ ഈ പറയുന്ന ഹൈ പ്രൊഫൈൽ അല്ലെ ഹൈ പെർഫോമിംഗ് ടീംസ് ഒരുമിച്ച് വരികയും നല്ല പ്രോഡക്റ്റുകൾ ഉണ്ടാവുകയും ചെയ്തുള്ളൂ. അത് മാറും. അതിങ്ങനെ ആ പ്രോസസ്സ് കേരളത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. I think we can end this interview on that good note. I was very happy talking to you. Thank you. Thank you very much. Thanks for having me.